മാങ്ങച്ചാറിന് ശേഷം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു മീനച്ചാറാണ്. എന്താ ഇവിടെ എനിക്ക് അച്ചാർ കച്ചവടം തുടങ്ങിയൊന്നും ആരും ചോദിക്കണ്ട. മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയാലും ഫ്രഷ് ചൂര നല്ല റേറ്റ് കുറവിന് കണ്ടു. അത് കണ്ടപ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് മീനച്ചാറാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 വലിയ ചൂരങ്ങ് വാങ്ങി. അങ്ങനെ മീൻ വാങ്ങി വീട്ടിൽ കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അച്ചാറിന്റെ ഭാഗത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ മസാലയ്ക്കകത്തോട്ട് ഈ ചെറുതായി മുറിച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോടെ മാറ്റി വെച്ചു. പിന്നെ 1 മണിക്കൂറിന് ശേഷമാണ് ഈ മീനച്ചാർ ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും ചൊറ പിടിച്ച പരിപാടി. ഈ മീനെല്ലാം നല്ല മുരുമുരാന്ന് വറുത്തെടുക്കണം. മീനെല്ലാം വറുത്ത് ഊരിയതിന് ശേഷം മീൻ വറുക്കാൻ ഉപയോഗിച്ച് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകും ഉലുവയും കൂടി പൊട്ടിച്ച് പിന്നെ അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. മാങ്ങച്ചാറിക്ക് എടുക്കണ പോലെയല്ല, മീനച്ചാറിക്ക് വെളുത്തുള്ളി ഇഞ്ചി എടുക്കുമ്പോൾ ഒട്ടും വിശക്ക് കാണിക്കണ്ട. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് സാധാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് വിനാഗിരി ഒന്ന് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് വറുത്ത് വെച്ചേക്കണം മീനിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല